കാലൊക്കെ കൊണ്ട് ഇടിച്ചിടിച്ചൊക്കെ പോകുന്നത് ഇതൊക്കെ എന്തുകളി അടിക്കാൻ പോകുന്നല്ലോ അതെ ബൈക്കിലൊക്കെ കോളേജിൽ ഓണപ്പരിപാടിയാ എവിടെ മാർക്ക് എടാ വെയിറ്റ് എടാ ഞാൻ കാര്യം ചോദിച്ചേട്ടാ എന്തിനാ വള്ളിയായെന്ന് കൂടെ പറഞ്ഞടാ ഓക്സി വണ്ടി തട്ടിയടാ അപ്പൊ ഞാൻ ഒന്ന് ടയറിന്റെ എടാ എടാ അവിടെ മനപ്പൂർവ്വം വണ്ടി തട്ടിട്ട് പോയി വണ്ടി നിർത്താനായിട്ട് വെള്ളത്തിൽ പോടാ അവനെ കൊടുക്കും 50 രൂപ കൊണ്ട് കുത്തി കൊടുക്കും ഏത് മേടി പെണ്ണാണോ അത് മേടി പെണ്ണ് എടാ കൈ വെക്കെങ്കിൽ അടിക്കലടാ കൈ വെക്കാൻ അടിക്കല്ലേ തോക്കെടുക്കുന്ന ആര് തോക്കെടുത്താ വീട്ടിൽ തോക്കെടുത്ത എന്ത് ഹലോ എടാ വെയിറ്റ് ചെയ്യടാ ചോദിച്ചു എടാ വള്ളിയൊക്കെ വെയിറ്റ് ചെയ്ത് ചോദിച്ചു നോക്ക് സംസാരിച്ചത് ഹലോ ഹലോ ബ്രോ ഇതാരാ പുറത്ത് സംസാരിക്കണ്ട നമുക്ക് ഇവിടെ സംസാരിക്കാം വാ ആളെ വിളിക്കല്ലേ ഇങ്ങോട്ട് വാ എടാ ഈ മലയാളം മണ്ടയ്ക്ക് നിന്നടാ കുറച്ച് പേര് മലയാളം മണ്ടയ്ക്ക് നിന്നേ കുറച്ച് പേര് ഈ ഹോസ്റ്റേജിന് വേണ്ടി നിൽക്കില്ലേ മലയാളം മണ്ടയ്ക്ക് പോ ഹലോ ആ പറഞ്ഞോ ബ്രോ എന്ത് ഇതെന്താണ് വെറുതെ ഒന്ന് ഇടിച്ചെന്തിനാ ബൈക്ക് തട്ടി ഞാൻ ഇറങ്ങിട്ട് ബ്രോ അറിയാതെ തട്ടിയാണെന്ന് പറഞ്ഞ് അപ്പോഴത്തേക്ക് അവൻ ഫയർ ചെയ്ത് എടാ ഓക്സി ഇവിടെ ഉണ്ടോ നീ ഓക്സി എന്താ ഓക്സി ഒന്ന് സംസാരിക്കുന്നുണ്ട് വാക്കൊന്നും പറഞ്ഞില്ല ബ്രോ എടാ ഓക്സി ഒന്ന് വന്നാടാ ഒന്ന് സംസാരിച്ചു എന്ത് പറ്റി എന്തിനും ഡയലോഗ് സംസാരമല്ല ഉണ്ടായിരുന്ന കൊണയാന്തയില് എടാ ബ്രോ കേക്കുന്നില്ലല്ലോ ബ്രോ കേക്കുന്നില്ല ഇവിടെ സംസാരിക്കുന്നത് ബ്രോ ഒന്നും കേക്കുന്നില്ലേ റേഡിയോ ഒക്കെ പിന്നെ ബ്രോ ഇവിടെ അടിയും വെടിയും ഒന്നും ഇല്ല നിങ്ങൾ റേഡിയോ കണക്ട് ചെയ്ത് ഓക്കെ ആണ് ഒന്ന് എന്താ പറയുന്നത് അവിടെ ഗ്യാങ് അപ്പുറത്ത് എളുപ്പമാ പറയുന്നുണ്ടോ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നല്ല കൊരയായിരുന്നല്ലോ ഇപ്പൊ എന്ത് പറ്റിയല്ലോ നീ കേട്ടാണ് നല്ല പോലെയാണെന്ന് ബ്രോ സംസാരിക്കുക ബ്രോ ഒന്നാമത് ബ്രോ ഹോസ്റ്റേജ് ആണ് അപ്പൊ അതിന്റെ രീതി നിക്കണേ അപ്പം ബ്രോ ഇത് എന്തിനാ തട്ടി എന്തിനാ തട്ടി എന്തിനാ ബ്രോ വണ്ടി തട്ടിയ സോറി പറഞ്ഞിട്ട് പോണേ കേട്ടല്ല കിടന്ന് കൊരക്കാൻ നിക്കരുത് കേട്ടല്ല എന്തുവാടാ പറഞ്ഞേ നിന്റെ അടുത്ത് എന്തുവാടാ പറഞ്ഞേ എടാ ഇവ എന്നെ വണ്ടി തട്ടിയിട്ട് പോകണം അപ്പൊ ഞാൻ വണ്ടി നിർത്താനായിട്ട് വണ്ടിയിലേക്ക് ഒരു രണ്ട് ബുള്ളറ്റ് ടാപ്പ് ചെയ്തു അപ്പം തിരിച്ചു വന്നിട്ട് അറിയാതെ തട്ടിയതാന്നും പറഞ്ഞു ഇവന്റെ കൊര തുടങ്ങി മറ്റേ വണ്ടി എന്തിനാ വെടിവെക്കുന്നത് അതിന് വണ്ടി ഇങ്ങനെയാണോ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് നീ എന്തോ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നീ എന്നെ ഇറങ്ങി വന്നോണ്ട് നീ എന്റെ അടുത്ത് തിരിച്ചെന്താ പറഞ്ഞേ എന്താ പറഞ്ഞ നീ എന്താ പറഞ്ഞ നീ എന്റെ അടുത്ത് ഞാൻ മര്യാദ സംസാരിച്ച വണ്ടി തട്ടിയ എന്നെ വണ്ടി തട്ടി എനിക്ക് ഇത്ര മര്യാദ ഉള്ള ബ്രോ ഇടിച്ചിട്ടിട്ട് ഞാൻ നിന്റെ അടുത്ത് ഇറങ്ങി വന്നോണ്ടേ ഞാൻ പറഞ്ഞ് ബ്രോ അറിയാതെ തട്ടിയതാണ് എടാ എല്ലാരും ഇവിടെ നിക്കാതെ മണ്ടയ്ക്ക് നിക്കടാ ബാക്കപ്പ് വന്ന വിടട്ടെ എടാ ഓക്സി വിടട്ടെ ഇത് ഓക്സി എടാ റാംബോ വിട്ടേക്ക് ബ്രോ വിട്ടു റാംബോ വിട്ടു എടാ അടിക്കല എടാ റാംബോ
റാംബോ സോറി വിട്ടേക്ക് വിട്, 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 വിട്. ബ്രോ എടാ ബ്രോ എടാ പൊക്കെ എടാ ഓക്സി പൊക്കോ ഓക്സി പൊക്കോ ബാക്ക് ഇറങ്ങ എടാ ഒന്ന് ബാക്ക് ഇറങ്ങടാ പോ ബ്രോ സോറി കേട്ടോ നമുക്ക് എടാ ഓക്സി വിടറാ എടാ ഓക്സി വിട് അല്ല ബ്രോ അല്ല ഞാൻ പറഞ്ഞ അവന്റെ പി ഒ നോക്കുമ്പോ അവനെ ഇടിച്ചത് കൊണ്ടാണ് അവൻ ആ ദേഷ്യം കാണിച്ചത് മനസ്സിലായോ? അത് കുഴപ്പമില്ല അതുകൊണ്ടാണ് നമ്മള് പറഞ്ഞേ കുഴപ്പമില്ല അത് വിട്ടേക്ക് ബ്രോ അത് മനസ്സിലായി അതുകൊണ്ടാണ് അത് വിട്ടത് അതുകൊണ്ടാണ് നമ്മൾ വിട്ടേക്കുന്നത് കേട്ടില്ല സംസാരം എടാ ഗോക്കു വിറ അവനെ വിട് കൊണക്കാതെ വിട് ഇല്ല അവന്റെ വീട് ഇവിടെ കണ്ട് എടുത്താ എടാ ഓക്സി നിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോടാ ഉറപ്പല്ലേ? അല്ല അവൻ കൊണച്ചായിരുന്നോ? അവൻ വല്ലതും കൊണച്ചായിരുന്നോ? എന്തോ കൊണച്ച് നിന്നെ ഇടിച്ചിട്ട് പോയാ? ബ്രോ ഒരു കാര്യം ചോട്ടെ എന്താ പറയാ ഇപ്പം ബ്രോയുടെ വണ്ടിയിൽ വെടിവെച്ചെന്നല്ലേ പറഞ്ഞ അവസാനം? അത് കഴിഞ്ഞിട്ട് ബ്രോ അവനെ വീഡിയോ വല്ലതും ചെയ്തായിരുന്നു? ഇടിച്ചിട്ട് പോയിരുന്നോ? അങ്ങനല്ല, അതായത് ബ്രോ വണ്ടി പിടിച്ച് നിർത്തിയില്ലേ നിങ്ങള്? നിർത്തിയിട്ട് സോറി പറഞ്ഞിട്ട് പിന്നെ അവനെ ഇടിച്ചിട്ട് പോയായിരുന്നു വീണ്ടും രണ്ടാമത്? ബ്രോ അതാ ചോദിച്ചാ അതെന്തിനാ സോറി പറഞ്ഞ് വിട്ടാ പോരായിരുന്നു? അതുപോലെ നീ ഇവിടെ വന്ന് കൊണയടിച്ചോണ്ട് അവന്റെ ഇപ്പൊ മോന്തക്കിട്ട് തന്നിട്ട് പോയത് മനസ്സിലായോ? ഞാൻ കാര്യം വെയിറ്റ് എടാ ഇവിടെ മര്യാദയ്ക്ക് സംസാരിച്ചു. ഇവിടെ നമ്മള് തെറിയൊന്നും വിളിച്ചിട്ടില്ലല്ലോ. ഇവിടെ തെറി വിളിച്ചോടാ? ഇവിടെ തെറി വല്ലതും വിളിച്ചായിരുന്നു ആരെങ്കിലും? ഇവിടെ ആരെങ്കിലും തെറി വിളിച്ചോ? നീ പിന്നെ എന്തുവാ പറഞ്ഞേ? നീ ഇപ്പൊ എന്റെ വായിന്ന് വന്നെന്തുവാ? നിന്റെ വായിന്ന് പിന്നെ എന്തുവാണോ വന്നേ? ഇപ്പം നിന്റെ വായിന്ന് പിന്നെ എന്തുവാണോ വന്നേ? സരസ്വതിയാണോ വിളയാടിയ നിന്റെ വായിന്ന്? എടാ നീ പൊക്കോ. എടാ ഇത് നീ രണ്ടാമത് ഇടിച്ചേനാവും നിന്നെ തല്ലിയത്, മനസ്സിലായി? അത് കാര്യം അങ്ങ് വെച്ചാൽ മതി, ഇത്രേ ഉള്ളൂ. പൊക്കോ. ബ്രോ ആരേ ഇവൻ? ഇത് ആരേത്? ഇവിടെ എങ്ങനെ എത്തി? അപ്പുറത്താണ്ട് ബ്രോ ലീഡറിനെ ഒന്ന് പറഞ്ഞേക്കണം ബ്രോ, പറഞ്ഞു മനസ്സിലാക്കണം. ഇങ്ങനെ ചുമ്മാ ഇരുന്ന് വള്ളി പിടിക്കാൻ വരല്ലെന്ന്. എടാ ഇതിന്റെ മണ്ടയ്ക്ക് നിന്നടാ വണ്ടി. എടാ ഇതിന്റെ മണ്ടയ്ക്ക് ബാക്കപ്പ് ഒന്നും നിന്നടാ. അതിന്റെ മണ്ടയ്ക്ക് പോയി നിന്നേ ബാക്കപ്പ്. ബ്രോ പൊക്കോ എന്തായാലും പൊക്കോ ബ്രോ. കൂടുതൽ കൊണ അടിച്ചാ വെച്ച് അടിച്ചു തരുവേ. ഉള്ള കാര്യം ഞാൻ പറയുവാണേ റാംബോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ബ്രോ? ബ്രോ ഞാൻ പറയുന്നത് റാംബോ ഒരു കാര്യം കേൾക്ക്. റാംബോ കാര്യം മനസ്സിലാക്ക്. നമുക്ക് ഇതിങ്ങനെ വീണ്ടും ഇത് പറഞ്ഞ് അടിയുണ്ടാക്കാനൊന്നും താല്പര്യമില്ല, മനസ്സിലായോ?
നീയൊക്കെ സംസാരിച്ച് തീർന്ന് പോയിട്ട് സംസാരിച്ച് തീർന്നിട്ടില്ലെന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ ഭാഗത്താ തെറ്റെന്ന്. രണ്ടാമത് നീ വീഡിയോ ചെയ്ത് മനസ്സിലായോ? രണ്ടാമത് നീ ഇപ്പൊ എന്തിനു തെറി വിളിച്ചെന്തിനാ? രണ്ടാമത് എടാ നിന്റെ കൂട്ടത്തിലെ ലീഡർ തെറി വിളിച്ചിട്ട് ഇവിടെ കിടന്ന് കൊണക്കുന്നത് മനസ്സിലായടാ? അതെന്റെ മാന്യത നിന്നെ ഇവനെ എടുത്തിട്ട് അടിക്കാത്ത കാര്യം പറ്റിയ നിനക്ക്. എടാ കേട്ടോ, നിന്റെ കൂട്ടത്തിലെ ലീഡർ ഇവിടെ കിടന്ന് തെറി വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിവനെ തല്ലിയിട്ടില്ല മനസ്സിലായി? ഈ പൊട്ടനെ വേണേ തല്ലായിരുന്നു. കാര്യം പറ്റിയ നിനക്ക്? ഈ പൊട്ടനെ കാലം വരെ പിറ്റി അടിക്കാൻ എനിക്ക് അറിയത്തില്ല മനസ്സിലായാ? അതൊക്കെ നമ്മൾ വെറുതെ വിട്ടതാ. എന്തോടാ നീ പറഞ്ഞേ? എന്തോടാ പറഞ്ഞേ? കഴിവില്ലത്തിന് എന്തോടാ പറഞ്ഞേ? നീ എന്തോ ചെയ്യുന്ന തന്നെ പറയുന്നേ? എടാ നീ ഓടുന്നെന്താ? സംസാരിക്കടാ നീ ഓടുന്നെന്താ? നീ കൊണച്ചിട്ട് ഓടുന്നാ? നീ സംസാരിക്കടാ. എടാ സംസാരിക്കടാ നീ. നീ എന്തോ പറഞ്ഞേ? ഇപ്പം പറയടാ. നീ എന്തോ പറഞ്ഞേ? പറയടാ. എടാ ഈ കൊണയൊക്കെ ഇങ്ങനെ വരാവുള്ളൂ മനസ്സിലായോ? നിന്റെയൊക്കെ തീട്ട ലോബിയിലേക്കാണെന്ന് കൊണയ്ക്കാവുള്ളൂ. ഇങ്ങോട്ട് കൊണച്ചാ നീ ഇങ്ങനെ ഓടും പുറയിലോട്ട് മനസ്സിലായോ? നേർക്ക് നേരെ കൊണയ്ക്കാൻ വരരുത് ആരായാലും. ഇങ്ങനെ ഓട് പേടിച്ചോടിക്കും. ഓട് വിട്ടോ. അവനെ കയറി കെട്ടിക്കൊണ്ടു. ആ പട്ടി ബിസ്ക്കറ്റ് എല്ലാം കൂടെ അവന്റെ വായില്. അവനെ കൊടു. ഇവിടെ വാ മോനെ. എടാ കൂട്ടിക്കാരെ പോയി കൂട്ടിക്കാര്. പെടീര് കൊടുത്തവന്. എടാ ജാസി അവനോട് പറയണേ തെറി വിളിക്കില്ലെന്ന് കേട്ടാ. ആ റാംബോനോട് കേട്ടാ. എടാ ജാസി കേക്കാവോ? എടാ അവനോട് ആ റാംബോനോട് പറയട്ടെ. നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. അതിന്റെ ഇടയിൽ തെറിയൊക്കെ വിളിച്ചു. നമുക്ക് വേണേ എടുത്തിട്ട് അടിക്കായിരുന്നു. നമ്മൾ തല്ലാതെ കേട്ടോ. ഇത് വെറുതെ അലമ്പാവെന്ന് വെച്ചിട്ട് അവനോടൊന്നും പറഞ്ഞേക്ക് ഈ തെറി വിളിക്കില്ലെന്ന്. ശരി അവനോട് പറ. തിളക്കോടാ. നീ ആരാ ബോട്ടെ? നീ ആരാ കൊണയ്ക്കാൻ? പറ ബോട്ടെ. നീ ഓടുന്നേ എങ്ങോട്ടാ? നീ എങ്ങോട്ട്? കുറെ നേരമല്ലോ ഓടുന്നേ. നീ എങ്ങോട്ടാ ഓടുന്നേ? കൊണച്ചിട്ട് ഓടുന്നോടാ? ചെവിക്കല്ലടിച്ചാൻ തിരിക്കും കേട്ടോ. കൂടുതൽ കൊണച്ചോണ്ട് വന്ന കേട്ടോടാ. കൊണയ്ക്കുന്നു. നീ നിന്റെ ലെവലുള്ള തീട്ടങ്ങളെടുത്ത് കൊണച്ചാൽ മതി. ഇങ്ങോട്ട് കൊണച്ചാണ്ടല്ല മോളെ കീറുന്നുണ്ട്. എടാ വിട്. ഈ കഴിവില്ലത്തിനൊക്കെ വിട്. മതി വിട്ടേക്ക്. വിട. എടാ കേറ തിരിച്ചു കയറി. എന്താ ഇവിടെ പ്രശ്നം? നീ നമുക്ക് പോവല്ലോ. എന്തൊക്കെ എടാ തിരിച്ച് വിട. അവൻ പോട്ടെ. അവൻ എന്തെങ്കിലും കാണിക്കട്ടെ. എന്താടാ ഇത്? വണ്ടി എടാ കേറ. എടാ ചേച്ചി കേറ. തിരിച്ച് പോടാ. ഒന്നും പറയാനാ. സീക്കേമാരി ഇടിച്ചു കൊല്ലും. അവനെ ആ കഴിവില്ലാത്തവനെ ആ കിട്ടവനാ കൊണയ്ക്കുന്നേ. എന്തൊരു കൊതവെന്ന് പറഞ്ഞു. അവനൊക്കെ എങ്ങനെ കൊണയ്ക്കാൻ? എടാ കൊണച്ചിട്ട് എടാ അവൻ നടന്ന് പുറകിലോട്ട് അങ്ങ് പോയി മനസ്സിലായാ? ആരാളെന്ന് മനസ്സിലപ്പോ പുറകിലോട്ട് ഒരു ഒറ്റ ഓട്ടം. എനിക്കറിയത്തില്ല. എനിക്കെന്താ ചോദിക്കേണ്ടത്? ഈ 2 മണിക്ക് ശേഷം എങ്ങനെ കിക്കാക്കുന്നേ? 2 മണിയല്ലല്ലോ, 1 മണിയല്ലേ? രണ്ട് കഴിഞ്ഞ BC വിളിച്ചപ്പോ പറഞ്ഞത് 2 മണിക്ക് ശേഷം വെടിവെക്കാൻ മാത്രം പാടില്ല. എന്നാ PP സിറ്റുവേഷൻ എടുക്കാൻ പാടില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. 2 മണി സേഫ് സോൺ അല്ലേ ഇത്? അങ്ങനെ പറഞ്ഞത് ഇത് ആ സേഫ് സോൺ അല്ലേ? ഇത് മറ്റേ സേഫ് സോണാണ്. മറ്റേ സേഫ് സോൺ ഇട്ട് ഒന്നും കൊണയൊന്നും പറ്റത്തില്ല. അത് തന്നെ ഒരു ദിവസം വന്ന് പറഞ്ഞു നമ്മള് സംസാരിച്ചത്. മൂലത്തി വെക്കായിരുന്നു എടുത്ത് വെച്ച് അവിടെ. എന്നിട്ട് ലോറ പറഞ്ഞു ബ്രോ കറക്റ്റ് സേഫ് സോൺ ആയപ്പോഴാണ് അവനൊക്കെ കൊണച്ചേ.
അതുമല്ല റാമ്പ് അപ്പൊ തന്നെ അങ്ങ് കുടക്കാനും തുടങ്ങി ആ സേഫ് സോണ ഇനി കുരച്ചാലും വേണ്ടില്ല അത് കൂട്ടി കയറാതെ അത് നിങ്ങൾക്കൊരു കാര്യം അറിയുമോ റാമ്പോ ലീഡർ ആവാൻ വേണ്ടി ട്യൂഷനൊക്കെ പോയിക്കുന്നത് അതറിഞ്ഞില്ല ഇല്ല ആറ് ട്യൂഷനൊക്കെ പോയിട്ട് നിക്കുന്ന നന്നായി ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എങ്ങനെ കിട്ടും അവൻ മാറിയെന്തോ പഠിച്ച് പട്ടിയെ പോലെ ഒന്ന് കുരയ്ക്കുന്ന ഇപ്പൊ ട്രിക്സ് എനിക്കൊന്നും പറ്റുമെന്നില്ല മറ്റേവനെ പറ്റത്തുള്ളൂ എന്താ ഉള്ള പേര് ലോറേനെ നിങ്ങക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അതെന്താ അതെന്താടാ അതിന്റെ റീസൺ എന്താ എടാ അതിനൊരു റീസൺ പറഞ്ഞിട്ട് മതി കാരണം അങ്ങനെ ഒരു സാധനം ഇല്ല അത് പെണ്ണായോണ്ടാണ് അങ്ങനെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഓക്കെ റീസൺ ചോദിച്ചിട്ട് വിട് ദൈവം റീസൺ പറഞ്ഞിട്ട് എന്തിനാ ലീവ് ചെയ്യുന്നത് എടാ അതിലെന്തോ ട്രിഗറിങ് ഇല്ലെന്ന് തോന്നുന്നു അങ്ങനെ എന്തോന്ന് പറഞ്ഞു തോന്നുന്നു അപ്പം പറ്റൂല എന്തോ ബാലനെ എന്തോ കൊണച്ചെന്നൊക്കെ പറഞ്ഞു അതാണ് അത് അതില് സിറ്റുവേഷൻ എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു എടാ സിറ്റുവേഷൻ എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ വേണ്ട വേണ്ട ചുമ്മാ വിട് ബാങ്ക് കിട്ടും എടാ ഞാൻ കാണട്ടെ അവന്റെ ഐഡിയ ഇത് തന്നെ ആയിരിക്കും നിങ്ങളൊക്കെ എന്താ പറയാ ബാൻ മേടിച്ചു തരാനാ കാരണം അവൻ എവിടെ 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 ഇത് എവിടെ ഇത് എവിടെ നിക്കുന്നേ ഈസ്റ്റ് ഫൈവിന്റെ എവിടെ അവന്റെ വീട് ഈസ്റ്റ് ഫൈവിലാണോ ഓ അങ്ങനെ എനിക്ക് കുറച്ച് പറയാനുള്ളൂ കഴിവറുടെ മൈൻഡ് ഇടയ്ക്ക് ഒന്ന് കുറെ കൊണച്ചതാ മാർക്കറ്റടാ ആരായാലും വിളിച്ച് ചോദിക്ക് മെമ്പറെ ഇരുത്തിയിട്ട് വിളിച്ചല്ലേ എന്തിനാ വിളിച്ചെന്ന് ചോദിക്ക് എടാ മാർക്കറ്റ് എടാ എനിക്ക് വണ്ടി ഇടാ ഞാൻ വന്നോളാം നിങ്ങൾ എവിടെയാണോ ലൊക്കേഷൻ എന്ന് പറയാമോ തട്ടിപ്പോയി ചാടി അല്ല നിന്നെ GRV ചെയ്തിട്ട് അപ്പൊ നിനക്ക് സംസാരിക്കാമല്ലോ എനിക്ക് സംസാരിക്കാം പറയാ ഞാൻ സംസാരിച്ച ബാക്കിയുള്ള അലക്കില്ല ദൈവത്തെ ഓർത്ത് എന്തോ പറഞ്ഞു ഞാൻ റെഡി ഇല്ലായിരുന്നു CK മാരി എടാ ഏബില് വന്ന് ക്ലിയർ ആയിട്ടെന്ന് പറ ഞാൻ പറഞ്ഞുതരാം ഞാനവിടെ കത്തിപ്പൊടി തിരിച്ചു വന്നപ്പോഴേ ബ്രോ നിങ്ങളുടെ കൂടെയുള്ള ഏതൊരു ഒന്ന് പറയാനില്ല ബ്രോ ആ ഒരുത്തം വന്നിരുന്ന് കൊണക്കിന്ന് അതിന്റെ ആവശ്യം എന്തിനാണ് എന്തോ അത് നമ്മുടെ ലീഡറിനെ പറഞ്ഞേ എടാ എന്തോന്ന് പറഞ്ഞെന്ന് പറഞ്ഞടാ എന്തോ ഞാൻ പറഞ്ഞുതരാം ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം ആ ഓക്കെ അവരുടെ അടുത്ത് പറയാം നിങ്ങൾ പറ പറ 7314 ഞാൻ പറട്ടെ മച്ചാനൊന്ന് മാറോ ജാസി സുഖാനാടാ ജാസി എന്തുണ്ട് വിശേഷം കഴിച്ചാ ഊമ്പുന്ന പറിക്കുന്നതെന്ന് കാണിച്ചിട്ട് അവനാന്ന് തോന്നുന്നു അവൻ ആരാണെന്ന് സൗണ്ട് കേട്ടാ മനസ്സിലാവല്ലോ ഞാൻ പറട്ടെ ഇവനെ ചിക്കന്മാരെ മാത്രമേ ഉള്ളൂ കിക്കാക്കിയത് വേറെ ആരും കിക്കാക്കിട്ടില്ല ഇവർ രണ്ടുപേരായിരിക്കും ഒരുമിച്ച് തിരിച്ചു തന്നത് അവന് വരുമ്പോ ഏബല് പറയുമ്പോഴാണ് ചോദിക്കുക അപ്പൊ ആരാന്ന് വെച്ചാൽ പറഞ്ഞിട്ടെന്ന് ആരാന്ന് വെച്ചാൽ പറയുന്നത് ചോദിക്കാം ചോദിക്കാം
ചിലപ്പോ അത് കിക്ക് ആവാൻ ചാൻസ് ഇല്ല. കിക്ക് ചെയ്ത ആൾക്കാരെല്ലാം തിരിച്ച് ഗ്യാങ് ഹൗസിലേക്കല്ലേ വന്നത്? അല്ല എനിക്ക് ഗ്യാങ് ഹൗസിലേക്കാണല്ലോ വന്നത്. എന്നെ കിക്ക് ചെയ്തത് നേരെ ഗ്യാങ് ഹൗസിലേക്കാണ് ഞാൻ TP അടിച്ചത്. ഓക്കെ രാമണ്ണാണ് രാമണ്ണ മാത്രം സികെമാരി ബാംഗ്ലൂർ ബ്രോ കൊണച്ചവരെ വിളിച്ചോണ്ട് ബ്രോ ഈ കൊണക്കാത്തവരെയൊക്കെ വിളിച്ചോണ്ട് വരല്ലേ, നമുക്ക് അവരുടെ അടുത്തൊന്നും അടിയിടാൻ വയ്യ. റേഡിയോയില് തന്നെ പറ ബ്രോ. പറഞ്ഞാനറിയാലോ ജാസി, എടാ മനസ്സിൽ കേക്കാവോ ആ കൊണച്ചവനും ആരാന്ന് വെച്ചാൽ കൂടെ ഉള്ള ഒരാളും കൂടെ വരാൻ പറ. അവന്റെ ചെവള അടിച്ചെന്ന് തിരിക്കും, മനസ്സിലായ? അടി ഉറപ്പാണ്, ഉള്ള കാര്യം ഞാൻ സംഭവം സിറ്റിയിലെ ചെണ്ടാളാവും നിങ്ങൾ, മനസ്സിലായ? ഇവന്റെ അടുത്ത് പറയണ്ടോ? ഈ സമയത്ത് അധ്വാനിക്കുന്നത് ഇവിടെ നീ എവിടെ? അല്ല ഇല്ലല്ല. ഹലോ കേക്കാവോ? സംസാരിച്ചോ. എന്താ നടന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു ട്രൈബല്? ഹലോ ബ്രോ, ഞാൻ എന്നെ കിക്കാക്കി, ഞാൻ കിക്കായിട്ട് തിരിച്ചു കയറി വന്നപ്പോ നിന്റെ വണ്ടിയിലുള്ള ഒരുത്തം വന്നിട്ട് പറയുവാ എന്നോട്, എന്തിനാ എവിടെ നിൽക്കുന്നത്, വാസു കൊത്തു വലിയ ഊമ്പോന്ന്. ആരെ ഊമ്പെന്ന് കാണിച്ചത് നിനക്ക്? നീ വാ നിന്റെ കൂട്ടുകാരെ ആയാലും അണ്ടനെ അടിച്ച് വായു നിനക്ക് ഏത് മൊണ്ണയാണ് പറഞ്ഞത്? അതാ നിന്റെ കൂട്ടത്തിലുള്ള മൊണ്ണയാണ്, ഏത് മൊണ്ണയാന്ന് നീ ചോദിച്ചിട്ട് പറ. ഈ കണ്ണാടിയൊക്കെ സുന്ദരനായിട്ടിരിക്കുന്ന ആള് അവനെ വിളിച്ചു വരുത്തോ, CK മാരിനെ ഒന്ന് വിളിക്കോ, ഇവിടെ ഒന്ന് വിളിച്ചു വരുത്തോ CK മാരിനെ. ഇവനെ കണക്കിന് അവനും പുറത്തായിരിക്കും. ഞാൻ കാര്യം പറയട്ടെ, ഞാൻ നിന്റെ വണ്ടിയുള്ളവനെ വന്ന് കൊണച്ചേ ആരാന്ന് വെച്ചാൽ ചോര് ടൈമില്ല. ബ്രോ ഒന്നാമത്തെ കേസ് പുള്ളിക്കാരൻ ഈ സിറ്റിയിൽ പോലും ഇല്ല ബ്രോ. പുള്ളിയൊക്കെ എന്തിനാ ഇതിനകത്ത് വലിച്ചിടേണ്ട ആവശ്യം എന്തോ? കൊണച്ചവരെ തിരിച്ച് കൊണച്ചു വിടറാ. അതാ അതിന്റെ ഇടയിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങള് എല്ലാരും കേറി വരികയാണ് ചെയ്തത് സിറ്റുവേഷനിലേക്ക്. പിന്നെ അതുപോലെ റാംബോ, പിന്നെ ഒരു ഡൗട്ട് ഉണ്ട് എനിക്ക്. ഈ റാംബോനെ അവിടെ ഹോസ്റ്റ് എടുത്ത് ശരിയാണ്, ബാക്കിയുള്ള പിള്ളേരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ അവിടെ എത്തി നമ്മൾ റേഡിയോ കോളാ, ഞങ്ങള് കേട്ടില്ലല്ലോ ആ റേഡിയോ കോള്. അതാ ഒന്ന് വെയിറ്റ് അവനടുത്ത് ചോദിച്ചു പറഞ്ഞ ഗ്യാങ് ഹൗസ് ഒന്ന് എത്തി നോക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞേ. അല്ല അവനോട് ചോദിച്ചു പറഞ്ഞ വെച്ചാൽ ഗ്യാങ് ഹൗസിന് എത്തി നോക്കിയിട്ടുണ്ടെന്നാ പറഞ്ഞേ. 10,000 മീറ്റർ ദൂരെയാണ് ആ ഗ്യാങ് ഹൗസിൽ നിന്ന് നമ്മളെ സ്ഥലം. അവിടുന്ന് അവൻ എത്തി നോക്കിയെന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മര്യാദ ഉണ്ടോ? ഒരു മര്യാദ ഉണ്ട്. കണ്ടടാ എടാ നീ അവനെ മിണ്ടായിരുത്തിക്കാനൊന്നും ആയിട്ടില്ല കേട്ടോടാ. നീ അവനെ മിണ്ടായിരിക്കാനുള്ളതെന്നാ പറഞ്ഞിട്ടില്ല. നീ ഇവിടെ കൂടുതൽ ഷോ കാണിക്കണ്ട. നീ ഇപ്പൊ പറഞ്ഞതിനുള്ളത് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി.
കുറച്ചാ മതി നീ കുറച്ചാ മതി കേട്ടാ. നീ കുറച്ചാ മതി. ഇല്ല നമ്മളിപ്പോ ചോദിക്കാൻ വന്ന അതെ നിങ്ങൾ ആ റേഡിയോ എടുത്തിട്ടെ നമ്മുടെ ലീഡറിനെ ആരാ പറഞ്ഞെന്നുള്ളത് ചോദിക്കും എന്നിട്ട് വരാൻ പറഞ്ഞോട്. അതിപ്പോ അവരെങ്ങനെ വരട്ടെ വള്ളി തൂങ്ങി എങ്ങനെയും ഒക്കെ വരട്ടെ, മണം പിടിച്ചോ എങ്ങനെയൊക്കെ വരട്ടെ. അവൻ വന്നിട്ടേ പോത്തുള്ളൂ, അത് വേറെ കാര്യം. അവൻ വന്നിട്ടേ നീയൊക്കെ പോത്തുള്ളൂ. അവൻ വരാം. അതിനെ വിളിയടാ രാജുവേ. തോന്നിയാസത്തിന് എല്ലാത്തിനും അതിരില്ലടാ രാജുവേ. അല്ല എന്റെ ബാക്കി അതിപ്പോ കണ്ടായിരുന്നു കിഴപ്പ് അതറിയണം. സിറ്റി ഇല്ലാത്ത ഒരാൾ എന്ത് ആവശ്യമുണ്ട്? ഈ രാജുവായി ഒരാൾ സിറ്റുവേഷൻ ഉണ്ടായിരുന്നാ എടാ കൊണക്കാത്തിരി വെറുതെ കൊണക്കാത്തിരി വെറുതെ ആ പറഞ്ഞമാര് പറഞ്ഞോ പറഞ്ഞവനെ വിളിങ്ങ്. ഞാൻ പറഞ്ഞപ്പോ കൺഫേം ആയില്ലേ ഏകദേശം? ബസ്സിലായിരിക്കും വരുന്നല്ലേ? വെരി ബാഡ്. അലക്കിയനെ പറഞ്ഞ സമയം ഒറ്റയടിക്ക് മരിച്ചു. മരിയാണ് 3 ഹെൽമെറ്റ് ഇട്ടിട്ട് ഒരുമിച്ച് ബുള്ളറ്റ് തെറിയൊന്നും വിളിക്കല്ലേ കേട്ടാ, ഇപ്പഴേ പറഞ്ഞിട്ടുണ്ട്. ഇതാരായിരുന്നു ഇതാരാണോ അന്നേരാണത്? ചാപ്സ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എടാ നിന്റെ ഗ്യാങ്ങിന്റെ മീറ്റപ്പ് കാണാനല്ല നമ്മളോട് വന്നേക്കുന്നത്. പറയാനേ ആ മൊണ്ണനെ വിളിച്ചതാ. എന്റെ ഗ്യാങ്ങിന്റെ മീറ്റപ്പ് ആണ് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നു. മൊണ്ണകള് ബ്രോ റാമ പറയുന്ന കേട്ടൂടെ കേട്ടോ. റാമോ ചിലക്കല്ലേ റാമോ ചിലക്കാരി ബ്രോ നിങ്ങളൊന്ന് പറഞ്ഞവനെ മനസ്സിലാക്ക്, ഒന്നും മിണ്ടാതിരുത്താൻ പറ. അവന്റെ കഴുത്തിലൊരു കെട്ടിട്ടെ. എന്ത് പറഞ്ഞു? എടാ നീ ഗ്യാങ്ങിലാണോ? നീ ഗ്യാങ്ങില? എന്ത് ഇത് മാറല്ലേ? എന്തൊരു നാക്കാണ്. എടാ അവൻ വന്നടാ കഴിവില്ലാത്ത വന്നതേ. എടാ അവൻ വന്നിട്ടുണ്ട്, സീക്കെ വന്നിട്ടുണ്ട്. അവനെ പിടി. എടാ ഏബലെ സംസാരിച്ചടാ, വേണ്ട ഇരിക്കുന്നു. തിളക്കിയോടാ തിളക്കി. നീ ആരാ? നീ ഏതാടാ? എടാ നിന്റെ റാംബോയോട് പറ പെഡിഗിരി നിന്നിരിക്കാൻ. മനസ്സിലായി? നിന്റെ റാംബോയോട് പറ പെഡിഗിരി നിന്നിരിക്കാൻ. ബ്രോ അത് ഞങ്ങൾ ഇപ്പഴല്ല, ഈ ഒരു അടി തരും, അത് കഴിഞ്ഞായിരിക്കും നീയൊക്കെ കരയാൻ പോണേ. മനസ്സിലായാ? ഇപ്പഴല്ല കരയാൻ പോണേ, ഇപ്പഴല്ല കരയാൻ പോന്നെ നീ. എന്താ എന്ത് തരും? നീ എന്ത് തരുമെന്നാ പറയുന്നത്? എടാ ചിലക്കാടാ നീല വിട. എടാ കാര്യം സംസാരിക്കടാ. ഏബില് മാത്രം സംസാരിച്ചേ. എടാ ഏബിലെ സംസാരിച്ചേ. മാറി എല്ലാം മാറി.
ഹലോ 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 എടാ സി കെ നീ സംസാരി എടാ മോനെ നിനക്ക് കേക്കാവോ എടാ നിനക്ക് കേക്കാവോ ബുദ്ധിയുടെ കേസ് ഒന്നും പറയല്ലേ. എടാ മോനെ നീ എന്തിനാ മര്യാദയ്ക്ക് പോയി എന്റെ അടുക്ക വന്ന് മറ്റേ ലീഡറിന്റെ കാര്യം പറയേണ്ടത്? എന്തൊരു കാര്യം? എടാ ഞാൻ കാര്യം പറയുന്നത് നിന്റെ ലീഡർ ആ സിറ്റുവേഷൻ എടുത്ത് കാര്യം കത്തിയാ. എടാ എബിലെ സംസാരി. നിന്റെ ലീഡർ എന്ത് പറഞ്ഞു ബ്രോ? എന്റെ ലീഡറിനെ ഇതേപോലെ കുറയ്ക്കല്ല ബ്രോ, തുടലിട്ട് വലിക്കും. വെയിറ്റ് ചെയ്യും, ഞാൻ പറഞ്ഞേക്കെ അതിന് എടാ ചേട്ടാ ഒരു മിനിറ്റ് ഞാൻ സംസാരിച്ചു. എടാ ഞാൻ എന്റെ പേര് നീലൻ. എന്താടാ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്? ഞാൻ കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞിട്ട് നീ പറഞ്ഞോ, നീ കാര്യം പറയട്ടെ. ഞാൻ ഒരു കാര്യം പറയട്ടാ. ഞാൻ നിന്റെ അടുത്ത് ഞാൻ പറയട്ടാ. ഞാൻ പറയുന്നത് കേക്ക്, നീ പറയുന്നത് കേക്കടാ. ഞാൻ പറയുന്നത് കേക്ക് നീ. എടാ എന്താ പറഞ്ഞ നീ? എടാ നിന്റെ അടുത്ത് സംസാരിക്കാനല്ലോ നീ, അല്ലാതെ നിന്നെ ചെവിക്കലടിച്ചിരിക്കാനല്ലോ. ആണെങ്കിൽ നിന്നെ എപ്പോഴും എടുത്തിട്ട് അടിക്കാറുന്നടാ. നിന്റെ ലീഡർ പറഞ്ഞേക്ക്, നീ അവിടെ നിൽക്ക്, നീ പറഞ്ഞേക്ക്. നിന്റെ ലീഡറാ ഞങ്ങളുടെ സിറ്റുവേഷൻ എടുത്ത് അറിയാമല്ലോ. അതിനാണ് ഞങ്ങൾ. എടാ എങ്ങോട്ടാണോ പോകുന്നേ? നീ എങ്ങോട്ടാ പോകുന്നേ? സംസാരിക്കുമ്പോ എങ്ങോട്ടാണോ പോണേ? നീ എങ്ങോട്ടാ പോണേ? നിനക്ക് എന്താ പ്രശ്നം? എടാ നീ പറഞ്ഞേക്ക്. നീ ഇതിന് ഉത്തരം തന്നിട്ട് പോ. നിന്റെ ലീഡറാ ഓക്സി എടുത്ത് വള്ളി എടുത്തേ, മനസ്സിലായോ? എടാ മനസ്സിലാവുന്നുണ്ടോ? നിന്റെ ലീഡറാ ഓക്സിജൻ എടുത്ത് വള്ളി എടുത്തത് കേട്ടാ. ഓണത്തിന് നീ എടാ ഓണത്തിന് നിന്റെ ഇടിയൊന്നും പോരാ ഇറക്കാൻ എന്നെ, മനസ്സിലായോ? എടാ മനസ്സിലായി സീക്കമാരി, നിന്റെ ആ കൊണച്ച ഇടിയൊന്നും പോരാ എന്നെ തീർക്കാൻ, മനസ്സിലായടാ? നിന്റെ ആ കൊണച്ച സാധനമൊന്നും പോരാ എന്നെ തീർക്കാൻ. നിനക്ക് മനസ്സിലായോ? ഓണത്തിനൊന്നല്ല, നീ ഒരു 10 വർഷം നീ കുനിഞ്ഞിരുന്നാലും നടക്കത്തില്ല. കാര്യം കത്തിയാടാ. നിന്റെ ആ ഇടിയൊന്നും പറ്റൂല ഇവിടെ. കാര്യം കത്തിയാ മനസ്സിലാവുന്നുണ്ട്? നിന്റെ ആ ഇടിയൊന്നും ഇവിടെ ഏക്കൂല, മനസ്സിലായാ? അടിച്ചിട്ട് ചെറുക്കല്ലേ അതിരിക്കും നീ കൂടുതൽ കുണച്ചോണ്ടിരുന്ന, മനസ്സിലായാ? നിന്റെ ഇടിയൊന്നും അവിടെ നടക്കത്തില്ല. നീ കാണൂല, അതിന് മുമ്പ് നീ തൂറും. മിണ്ടല്ലേ ബ്രോ. ഇപ്പൊ എന്താ അയ്യോ മിണ്ടൂലടാ. എടാ ഇതല്ലടാ ഞാൻ സംസാരിക്കാം. അപ്പൊ നിനക്കെന്താ പ്രശ്നം? നിനക്കെന്തായിരുന്നു പ്രശ്നം? നീ സംസാരിക്കും. എടാ നിന്റെ ഈ കൊണച്ച ബുദ്ധി വേറെ, എടാ ഞാൻ പറഞ്ഞേക്ക്, നിന്റെ ഈ കൊണച്ച ബുദ്ധി വേറെ നിന്റെ ലെവലുള്ള പിള്ളേരോട് കളിച്ചാൽ മതി, മനസ്സിലായോ? നിന്നെ നാളെ അടിക്കാം. വരുന്നോ നീ നാളെ നിന്റെ കൊണച്ച ഗ്യാങ്ങിനെ കൊണ്ട് വരുന്നോടാ ക്യാമറ അടിക്കാൻ? നീ വരുന്നോ? നിന്റെ ഈ കൊണച്ച ഗ്യാങ്ങിനെ നാളെ അടിക്കാൻ വരുന്നോടാ? നിന്റെ 25ഓ 50ഓ അടിക്കാൻ വരുന്നോടാ നാളെ? വരുവോടാ? നീ വരുവോ? നിന്റെ ഈ കൊണച്ച ഗ്യാങ്ങിനെ കൊണ്ട് വരുന്നോ? നീ വരുന്നോടാ? നിന്റെ ഈ കൊണച്ച ഗ്യാങ് വരുവോ? നിന്റെ ഈ 15 പേർക്ക് എന്നെ പിടിച്ചു നിർത്താൻ പറ്റുമോടാ? പറ്റുവോ? നീ വിളിച്ചോണ്ടോ? നീ ഒരു 15ഓ 25 രൂപ വിളിച്ചോണ്ടോ? നീ പറയടാ. നീ പറയടാ ചക്കമാരി. നീ എന്തോ ചെയ്യാൻ പോണേ? നീ പറയടാ, നീ എന്തോ ചെയ്യാൻ പോണേ? നീ എന്നെ നിന്റെ ഈ കൊണച്ച റേജ് വെയിറ്റിൽ ഞാൻ വീണ് നിന്നെ തല്ലി ബാൻ മേടിച്ച് പോണോ? എടാ തീറ്റവേ, നീ നിന്റെ കൊണച്ച ലെവലുള്ള അടിക്കൂടാ. നിന്നെ അടിച്ചിരിക്കും. പക്ഷെ ഇന്ന് അടിക്കുമെന്ന് ഞാൻ പറഞ്ഞടാ. ഇന്ന് അടിക്കുമെന്ന് പറഞ്ഞടാ. ഞാൻ നിന്നെ അടിച്ചിരിക്കും, പക്ഷെ ഇന്ന് അടിക്കത്തില്ല, മനസ്സിലായോ? നിന്റെ 15ഓ 25ഓ വരെ ആയിരിക്കും അടിക്കാൻ പോണേ, മനസ്സിലായോ? നിന്റെ ബെസ്റ്റ് 25ന്റെ ആയിരിക്കും എടുത്തിട്ട് അടിക്കാൻ പോണേ. നീ പറ. അടിച്ചിരിക്കും. എടാ നിന്റെ ഈ കൊണച്ച ബുദ്ധിയിൽ ഞാൻ വീഴുമെന്ന് വിചാരിച്ചോ? അതിന് നിന്റെ റാംബോ ഇല്ലേ, റാംബോ, ആ പൊട്ടലോട് ചിലപ്പോ പറഞ്ഞാൽ അതിന് വീഴും, മനസ്സിലായോ? നീ ഓൾറെഡി നിന്റെ റാംബോ അവൻ ചിലപ്പോ അതിൽ വീഴുമായിരിക്കും, മനസ്സിലായോ? ആ കൊണച്ച പൊട്ടൻ ചിലപ്പോ വീഴുമായിരിക്കും. അവനോട് പോയി പറയുന്നത്, മനസ്സിലായോ? നിന്റെ 25നെ വിളിച്ചോണ്ട് നീ നാളെ നിനക്ക് നീ പറഞ്ഞാലും നിനക്ക് ഉറപ്പല്ലേ നീ വിളിച്ചോണ്ട് പോടാ? ഈ 25 പേരെ വിളിച്ചോണ്ടോ നീ? കേട്ടോടാ മാരി, നീ വിളിച്ചോണ്ട് വരണേ നാളെ? വിളിച്ചോണ്ടോ നീ? എടാ നിന്റെ ഈ കൊണച്ച റേറ്റ് വീഴൂല ചക്കമാരി, മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? എടാ ഞാൻ അടിക്കൂടാ. നിന്നെ അടിച്ച് നാളെ ആയിരിക്കും നിന്നെ അടിക്കാൻ പോകുന്നത്, മനസ്സിലായി? നീ നാളെ ഗ്യാങ്ങോടെ വിളിച്ചോണ്ടോ? നീ അടിക്കുവാനെ വിളിച്ചോണ്ടോ? നീ വിളിച്ചോണ്ടോ? നീ നിനക്കെന്താ വിളിച്ചോണ്ടത്? നീ എന്താ വിളിക്കാത്ത? നിനക്ക് പറ്റുമെങ്കിൽ നീ നാളെ പോയിട്ട് വാ. എടാ അയ്യോ റേജ് വെയിറ്റടാ. ആ റേജ് വെയിറ്റ് കണ്ടോടാ. ഇന്ന് അടിക്കും നീക്കിയത്. എടാ ഞാൻ കാര്യം വിട്ടടാ. നാളെ നിങ്ങൾക്ക് നാളെ എനിക്ക് അഥവാ ബാനാണെ പോലും നിങ്ങൾക്ക് അടിച്ച് ഇവന്മാരെ ഉറക്കാൻ പറ്റത്തില്ലേ? ഞാൻ പോയി തല്ലി ഉറക്കട്ടെ കഴിവേറി? എടാ ഇവന്മാരെ നിങ്ങൾക്ക് ചുമ്മാ എടുത്തിട്ട് അടിക്കാം.
ഇനി ഉമ്മാര് ഇങ്ങനെ നേരെ ചോദ്യം നടക്കത്തില്ലടാ. ഇല്ലില്ല ഇവൻ നോട്ടോ ഇവൻ ഇനി ഇവന്റെ കൊണച്ച ഗ്യാങ് കൊണ്ട് ഇവൻ നടക്കത്തില്ല ഇവിടെ, നീ കണ്ടു. ഇവന്റെ ഈ ഊമ്പിയ ഗ്യാങ് കൊണ്ടാണ് എന്തിനാ അപ്പുറത്തെ ഗ്യാങ്സ് ഗ്യാർ മേടിച്ചു വരുന്നത്? ഇപ്പൊ കണ്ടുമുട്ടുമല്ലോ. ഒന്നാമത് വയ്യടാ. എടാ എങ്ങനെയാടാ ഈ കഴിവില്ലാത്തവനൊക്കെ കൊണയ്ക്കാൻ പറ്റുന്നത്? ഫയലിട്ട കഴിവേറിയൊക്കെ എങ്ങനെയാടാ കൊണയ്ക്കാൻ പറ്റുന്നത്? അവൻ ബസ് ഉണ്ടാക്കാൻ പോകുന്നവൻ. എടാ നാളെ സീക്കമാരുടെ കോറിറങ്ങും, എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതെ നാളെ ഇറങ്ങും. നമ്മൾ എത്രയും പേരെ ജിആർ മേടിച്ചോളൂ. ചെയ്തുതരാൻ പറ, ചെയ്തുതരാൻ പറ. വെളിയിരിക്കുന്നവരൊക്കെ സൂക്ഷിച്ച മിസൈൽ വരും കേട്ടോ. ബ്രോ എന്റെ ബാ മാറ്റി തരോ ബ്രോ? അയ്യോ തലപോലെ കേസല്ലല്ലോടാ. ബാ മാറ്റി തരോ ബ്രോ? എടാ ഒരു ബസ് കിട്ടൂടാ ബാംഗ്ലൂർ പോവാൻ? 2 മണിക്കൂർ എത്തിക്കാം. ആ അങ്ങനാണേ അതെനിക്ക് വേണം. ഇപ്പോഴും അടിയാണ്. ആണല്ലേ ഇട്ട സ്പോട്ടി വൈപ്പായി. നീലനെ കൊണ്ടുപോയി കേട്ടോ. നീല ഇല്ലല്ലോ.